തിരുവനന്തപുരം സെൻട്രൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർമാരുണ്ട്. അവിടെ ജോസ് മണി ഇരുന്ന പാസ്റ്ററാണ് അവിടെ അന്ന് സഭയിൽ നിയന്ത്രിച്ചത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണമൊക്കെ എനിക്ക് കിട്ടാൻ ഇടയായി. ജീവിതത്തിൽ ഞാനൊരു ഒരു രോഗത്തിന് ഒരു അടിമയായിരുന്നു. അതായത് വയറുവേനയായിരുന്നു എനിക്ക് സ്ഥിരം. അത് എൻ്റെ ഭാര്യയൊക്കെ അറിയാം, എൻ്റെ പെങ്ങമ്മക്ക് അറിയാം, അതല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂട്ടുകാരനായ രാജേന്ദ്ര പ്രസാദിനെ പോലും അറിയാം. ഞാൻ എന്ത് കഴിച്ചാലും, അതായത് എത്ര പുളിയുള്ള ഭക്ഷണം കഴിച്ചാലും എത്ര എരിവുള്ള ഭക്ഷണം കഴിച്ചാലും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് വയറാൻ വരും. അതൊരു സ്ഥിരം പരിപാടിയായിരുന്നു. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രാവൽ കഴിച്ചാൽ അത് കഴിച്ചു വന്ന് മാറും. അങ്ങനെ എൻ്റെ റേഞ്ചർ രാജേന്ദ്ര പ്രസാദ് കൂടി പറഞ്ഞിട്ടുണ്ട്, സരസ നീ ഇങ്ങനെ വെച്ചോണ്ടിരിക്കില്ലേ, നീ ചത്തു ഉറപ്പാ, ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും. എൻ്റെ പെങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ. പക്ഷെ അന്നൊന്നും എനിക്കൊന്നും അങ്ങനെ ചാകട്ടെ എന്നുള്ള മൈൻഡിൽ അങ്ങനെ പോയി. എന്നാൽ രക്ഷയിലേക്ക് പിന്നെ ഞാൻ ഇങ്ങനെ തോന്നിപ്പോൾ ജയിലിൽ കിടന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മാനസികാവസ്ഥ സ്വർഗം ചിലപ്പോൾ അറിഞ്ഞു എന്നാണ് ഞാൻ എൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ എനിക്ക് ഈ രക്ഷ ആവശ്യമാണല്ലോ. ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചു. ഉറച്ച തീരുമാനമാണ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നത്. ഈ യേശു എന്നെ വിടുവെക്കുമെങ്കിൽ, യേശുവിന്റെ കേസിൽ നിന്ന് വിടുവെക്കുമെങ്കിൽ മാത്രം ഞാൻ എൻ്റെ യേശുവിനെ മഹത്വപ്പെടുത്തി യേശുവിനെ സാക്ഷിയെ ജീവിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എനിക്കിങ്ങനെ ഒരു ഭരണം ഭരിച്ചു വന്നിട്ട് അതാണ് എന്നെ രക്ഷയിലേക്ക് കൂടുതൽ നയിച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ തിരുവചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വാക്യം ഇങ്ങനെ ഓടി വന്നു. ഒരുപാട് വാക്യങ്ങളൊക്കെ പഠിച്ചു കാണപ്പെടെ പക്ഷെങ്കിലും അത് അത്ര കിടില്ലേ. ഇവരൊരു വാക്യമാണ് പ്രിയരെ എൻ്റെ ഹൃദയത്തിലേക്ക് അന്നും ഇന്നും കിടക്കുന്നത്. അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ അനുഭവവും ഈ അധികാരവും ഈ ദൈവസ്നേഹവും എൻ്റെ യേശുവിന് തരുമെങ്കിൽ ഞാൻ എന്നെ യേശുവിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു തീരുമാനമെടുത്തു. അത് ആ തീരുമാനം സ്വർഗം കൈകൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തിരുവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഒരു സന്തോഷ സമാധാനം അവിടെ വെച്ച് എനിക്ക് അനുഭവിക്കാൻ ഇടയായി. അവിടെ വെച്ച് ഈ സ്നേഹം മറ്റുള്ളവരെ കാണുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും സാക്ഷ്യം പറയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി. അങ്ങനത്തെ കഴിഞ്ഞാൽ വായിക്കുകയും പഠിക്കുകയും പോയി വല്ലാത്തൊരു അനുഭവത്തിൽ ഓടി വന്നു. അങ്ങനെ ഏകദേശം 3/10/2004 ഒരു കത്രിമേശ ചടങ്ങിലാണ് യഥാർത്ഥത്തിൽ ഈ യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുന്ന പൂർണ്ണമായിട്ട് ഒരു സമർപ്പണം വന്നത്. 3/10/2004 എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം അന്നാണ് യഥാർത്ഥത്തിൽ യേശുവിനെ ഞാൻ അറിയുന്നത്. കാരണം അന്നത്തെ കത്രിമേശ ചടങ്ങിൽ മോസസ് സാർ എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ദാസൻ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വല്ലാത്ത ദൈവശക്തി എൻ്റെ ഈ മുമ്പിൽ യേശുക്രിസ്തു നിൽക്കുന്ന ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു അനുഭവം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ സന്തോഷമായി അന്ന് ആരാധന കഴിഞ്ഞു. അന്ന് രാത്രിയിൽ വീണ്ടും കർത്താവ് എന്നിലേക്ക് ഇടപെട്ടു. അന്ന് രാത്രിയിൽ ഉറക്കത്തിലാണ് കേട്ടോ എൻ്റെ യേശുവിനെ ഞാൻ യഥാർത്ഥത്തിൽ പൂർണ്ണമായി എൻ്റെ യേശുവിനെ സംസാരിച്ചു. ഞാൻ ഈ യേശുവിൽ സംസാരിക്കുന്ന ഒരു ഭാഗം എനിക്ക് ദർശനം കിട്ടി. ആ ദർശനത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാം. യേശു എൻ്റെ മുഖത്ത് ചിരിക്കുന്നതായിട്ട് കാണുന്നു. ഞാൻ ഇങ്ങനെ യേശുവെ സംസാരിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, യേശു പിന്നെ എൻ്റെ ഇങ്ങനെ ചിരിക്കുന്നു, ഇങ്ങനെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിന്നെ വെടിവെച്ചു, നീ എനിക്കുള്ള എന്നൊക്കെ ശബ്ദങ്ങൾ കേൾക്കുകയും അങ്ങനെ ഞാൻ അങ്ങനെ പോകല്ലേ യേശുവിനെ എന്നിട്ട് പോകുമ്പോൾ പറയും പോകല്ലേ എന്ന് ചാടി എന്നിട്ടപ്പോൾ എൻ്റെ റൂമിൽ 10-40 പേര് കിടപ്പുണ്ട്. അവരൊന്ന് കിടക്കാം, ഞാൻ മാത്രം ചാടി എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ശരിയാണല്ലോ, ദൈവം എന്നോട് ഇന്ന് രാവിലെ ഇടപെട്ടല്ലേ. അപ്പൊ എനിക്ക് പിടികിട്ടി കർത്താവ് വാസ്തവമായിട്ട് എന്നെ തൊട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ആഴ്ച ഈ അനുഭവം ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞു. പ്രിയമുള്ളവരെ, 4/10/2004 മുതൽ ഇന്നുവരെ ഈ നിമിഷം വരെ എനിക്ക് വയറുവേദന വരുവാൻ എന്റെ സ്വർഗത്തെ ദൈവം അനുവദിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ എന്റെ കേസിനെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കൊടുത്തത്. എന്റെ കേസിൽ വിടിക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, നിന്റെ വചനമനുസരിച്ച് ഞാൻ ജീവിക്കും. ഞാൻ ജയിലിൽ നിന്ന് ഇറക്കി വിടുകയാണെങ്കിൽ തീർച്ചയായും കർത്താവിന് സാക്ഷ്യം ജീവിക്കുന്ന ഒരു ഉറപ്പ് തീരുമാനമായിരിക്കും ദൈവം എന്നെ കണ്ടത്. അപ്പോൾ എന്റെ വയറുവേദനയാണ് യഥാർത്ഥത്തിൽ കർത്താവ് മാറ്റിത്തന്നത്. അങ്ങനെ കൂടെ തിരുവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ഏകദേശം 10-28 വർഷം ശിക്ഷയാണ് എനിക്ക് ഭൂമിയിലെ നീതിപീഠം തന്നത്. അങ്ങനെ ഏകദേശം തിരുവനന്തപുരം കോടതി, ആലുവ കോടതി, എറണാകുളം കോടതി അങ്ങനെ കേസുകളൊക്കെ എനിക്ക് ഒരുപാട് വിടുതലും കിട്ടിയ ഇടവേ. അങ്ങനെ ശിക്ഷയൊക്കെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ശിക്ഷ തീർന്നു ഞാൻ ആലുവ സബ് ജയിലിൽ റിമാൻഡ് വന്നപ്പോൾ അവിടെയും പിന്നെ ദേവദാസന്മാർ വന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുകയും അങ്ങനെയാണ് തിരുവനന്തപുരത്തിലെ പ്രിസൺ ഓപ്ഷൻ പ്രവർത്തിക്കുന്ന ജോസ് വലപ്പാട് എന്ന് പറയുന്ന ദേവദാസനുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ ഇടയായി. അത് വേറെ ദേവദാസൻ മുഖാന്തരം അങ്ങനെ കത്തുകൾ പാസ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ഉള്ളിൽ ഒന്നുകൂടെ എങ്കിൽ ഞാൻ ഇന്ന് എന്റെ ശിക്ഷ തീർന്നുപോയി, ഇനി റിമാൻഡിൽ കിടന്നുകൊണ്ടും ശിക്ഷ തീർന്നുകൊണ്ട് ഞാൻ മഹത്വപ്പെടുത്തും. എനിക്ക് ഈ ദൈവത്തെ എനിക്ക് മറ്റൊരു പരിചയപ്പെടുത്തണം, ഈ ദൈവത്തെ എന്റെ വീട്ടിൽ പറയണം, മറ്റൊരു പറയണം. ഇതാണ് എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ തിരുവനന്തപുരം ആലുവ സബ്ജിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഒരു വാക്യം വീണ്ടും ഇങ്ങനെ ഓടി വന്നു.
23 സങ്കീർത്തനത്തിൽ അവസാന ഒരു വാക്യമുണ്ടല്ലോ, ദാവീദ് പറയുന്ന, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാലത്ത് വെളിയിലേക്ക് വെച്ചപ്പോൾ തന്നെ ഞാൻ സ്വർഗത്തിൽ നോക്കി കർത്താവിന്റെ മഹത്വം നൽകി. കർത്താവെ, ഞാൻ ഇത് പുറത്തേക്ക് ഇറങ്ങുന്നു, നിന്റെ വചനം വെച്ച് ജീവിക്കും. അങ്ങനെ തിരുവചനത്തിന്റെ മർമ്മ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് മക്കളല്ല, എനിക്ക് എന്റെ ഭാര്യയല്ല ഇപ്പൊ വേണ്ടത്, മക്കളല്ല, എന്റെ ബന്ധുക്കൾ, എനിക്ക് വേണ്ട കർത്താവിനെയാണ്. ആ കർത്താവിനെ മഹത്വപ്പെടുത്തി ഞാൻ ജീവിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് മുൻകൈ. ദൈവവചന വ്യവസ്ഥ കൊടുക്കുന്നത്, ദൈവത്തിന്റെ സഭയിൽ അടിസ്ഥാനം ആദ്യം ഇടണം. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ കർത്താവിന്റെ മഹത്വം കൊടുത്ത് ഞാൻ സഭയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ജോസ് വലപ്പാട് എന്ന കർത്തദാസന്റെ സഭയിലേക്ക് ചോട്ടാനക്കരയ്ക്ക് ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ കുറച്ചു ദിവസം അവിടെ താമസിച്ചു. ഞാൻ കർത്താവിന്റെ ദാസോടെ എല്ലാ വിവരം തുറന്നു പറഞ്ഞു. അങ്ങനെ തന്നെ കർത്താവിന്റെ ദാസനും എല്ലാവരും കൂടി എന്നെ വളരെ സ്നേഹിക്കുകയും മറ്റുള്ളവരൊക്കെ എന്നെ എനിക്ക് വളരെ സന്തോഷമാണെന്ന് കൂടി അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും കൂടി എന്നെ ആദ്യമേ കളമശ്ശേരി പോലീസിൽ കൊണ്ടാക്കി, അതിനുശേഷം അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നെ വീട്ടിൽ, പിന്നീട് എന്റെ ഭാര്യയുടെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉറപ്പിച്ച് അങ്ങനെ പോയി. അതിന് മുതൽ എന്റെ ജീവിതത്തിലുണ്ടായ സന്തോഷം സമാധാനം വീട്ടിലെ അറിയിച്ചു. അവർക്ക് സന്തോഷമായി. എന്നെ കാണുന്നവർക്ക് ഇപ്പോൾ വളരെ സന്തോഷമാണ്. എന്നെ നിന്ദിച്ചവർ, എന്റെ വീട്ടുകാർ പോലും എന്നെ കാണുമ്പോൾ ചിരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ പരിസരവാസികൾ അവരും എന്നെ കാണുമ്പോൾ ആ വന്ന സമയത്തൊക്കെ ഭയങ്കര പരിഹാസവും വെല്ലുവിളിയൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ സർസന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പലരും പറയുന്ന അനുഭവം അന്നും പറയുന്നു, ഇപ്പോഴും പറയുന്നു. അവൻ മാറിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച് വചനത്തിന് ചില കാര്യങ്ങൾ പലരും ഇങ്ങനെ ഇപ്പൊ ശുശ്രൂഷ അറിയിക്കുന്നു. പല സ്ഥലത്തും എല്ലാവരും എവിടെ ഞാൻ കാലത്ത് വെച്ചാലും ആ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ സ്നേഹം, ഞാൻ അനുഭവിച്ച സ്നേഹം എല്ലാവരും അറിയണം. അതെ, വചനം ഇങ്ങനെ പറയുന്നല്ലോ, ഒരുത്തൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ ഒരു പുതിയ സർസനായിട്ട് ദൈവം എന്നെ മാറ്റിയെടുത്തു. അപ്പൊ ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വചനത്തിൽ കൂടിയാണെന്നെങ്കിലും ദൈവം ജീവിക്കുന്ന ദൈവമായ കർത്താവിന്റെ കൂടി ആര് പിൻവരുന്നു അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. അത് മറ്റുള്ളവർ പറയുക, മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിക്കുക. അല്ലെ, എന്റെ കുഞ്ഞ് ദേവസ്ഥലിലേക്ക്, ഇളയ കൊച്ചുപോലും ദേവസ്ഥലിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കർത്താവിന്റെ പേര് ജോസഫ് ബ്രദറിനൊപ്പം ചെയ്യുന്നു. എനിക്ക് സന്തോഷ സമാധാനമുണ്ട്. എല്ലാവർക്കും എന്നെ പ്രിയപ്പെട്ടവനായിട്ട് കാണുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എല്ലാവരും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.